വത്തിക്കാനിലുള്ള ചടങ്ങുകളുടെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ തത്സമയം കാണുന്നത്. കോട്ടയത്ത് കൂവക്കാട് സ്വദേശിയാണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന്, അവിടെ പള്ളിയിൽ നിന്ന് വീട്ടിൽ ഷിനോ ജസ്റ്റിയുണ്ട്. കൂവക്കാട് പിതാവിന്റെ ഇടവകയായ ചങ്ങനാശ്ശേരി മാമൂട് ലൂർദ് മാതാ പള്ളിയിൽ നിന്ന് CK അഭിലാലും ചേരുന്നു. അഭിലാൽ, കേരളത്തിലെ സഭയെ സംബന്ധിച്ച്, ഇന്ത്യയിലെ സഭയെ സംബന്ധിച്ച് വലിയ അഭിമാന നിമിഷമാണ്. സാധാരണ നിലയിൽ ഉള്ള കടമ്പകൾ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയില്ല. പൗരോഹിത്യത്തിലേക്ക്, വളരെ പ്രധാനപ്പെട്ട പദവിയിലേക്ക്, കർദിനാൾ മാർപ്പാപ്പ കഴിഞ്ഞാൽ അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട പദവിയിലേക്ക് നേരിൽ എത്താൻ കഴിയുന്നുവെന്ന മഹാഭാഗ്യമാണ് അദ്ദേഹത്തിന് സിദ്ധിക്കുന്ന ആ നാട്ടിന്റെ പ്രതികരണം. ഈ പ്രാർത്ഥനാ നിർഭരമായ ചടങ്ങ് വത്തിക്കാനിൽ നടക്കുമ്പോൾ അവിടുത്തെ അന്തരീക്ഷം എങ്ങനെയാണ്? അനുഗ്രഹീതമായ ഒരു രാത്രിയുടെ ആരംഭമാണ്. വിശേഷിച്ച് സഭാ വിശ്വാസികൾക്ക്, പ്രത്യേകിച്ച് കുടുംബാംഗങ്ങൾക്കും മാമൂട് ലൂർദ് മാതാ പള്ളിയിലെ ഇടവക അംഗങ്ങൾക്ക് വിശേഷിച്ചും അങ്ങനെ തന്നെയാണ്. ഇന്ന് പള്ളിയിൽ 3 കുർബാനകൾ ഉണ്ടായിരുന്നു. അങ്ങനെ വിശേഷ ചടങ്ങുകളും പ്രാർത്ഥനകളും ഒക്കെ പൂർത്തിയായി. ഇപ്പോൾ വത്തിക്കാനിലെ ചടങ്ങുകൾ വലിയ സ്ക്രീനിൽ പ്രദർശിപ്പിച്ചിരിക്കുകയാണ് ഇടവക അംഗങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കുമായി. അദ്ദേഹത്തിൻ്റെ സഹോദരിയും കുടുംബാംഗങ്ങളും അടക്കം ഇതിൻ്റെ ഭാഗമാകുന്നുണ്ട്. അടുത്ത ഏറെക്കുറെ 1.5 മണിക്കൂർ സമയം അവർ പൂർണ്ണ മനസ്സോട് പ്രാർത്ഥനയോടും കൂടി ഈ പള്ളിയുടെ തിരുമുറ്റത്തും അതോടൊപ്പം തന്നെ പള്ളിയുടെ ഉൾവശത്തുമായി പ്രാർത്ഥനാ നിർഭരമായ മനസ്സോടുകൂടി അവരെല്ലാവരും കാത്തിരിക്കുകയാണ്. കഴിഞ്ഞ ഏറെ ദിവസം നീണ്ടുനിന്ന ഒരു കാത്തിരിപ്പിൻ്റെ കൂടി ഫലമായി ഏറ്റവും അവസാനം വന്നു ചേർന്നിരുന്ന ആ ശുഭമുഹൂർത്തത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. പ്രത്യേകിച്ചും നമ്മളിൽ ഒരാളായി ജനിക്കുകയും സഭയുടെ ഒരു പുത്രനായി വളരുകയും പിന്നെ പൗരോഹിത്യത്തിലേക്ക് പ്രവേശിക്കുകയും ഏറ്റവും ഒടുവിൽ വൈദികരിൽ നിന്നും സഭയുടെ പ്രധാനപ്പെട്ട പദവിയിലേക്ക് എത്തുന്ന ഇന്ത്യയിലെ തന്നെ ആദ്യ ആളായി അദ്ദേഹത്തിന് മാറാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും അനുഗ്രഹീതമായി ഈ ചടങ്ങിനെ മാറ്റിയെടുക്കുന്നത്. എന്തായാലും കുടുംബാംഗങ്ങളും സഭാവിശ്വാസികളും ഇടവ അംഗങ്ങളും ഒക്കെ തന്നെ ഈ ചടങ്ങിന് സാക്ഷിയാകാൻ പള്ളിയിൽ തന്നെ എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറെ അനുഗ്രഹീതം. അദ്ദേഹത്തിൻ്റെ സഹോദരി നമ്മോടൊപ്പം സംസാരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. എങ്ങനെ കണക്കാക്കുന്നു? ഈ ഒരു അനുഗ്രഹീതമായ ഒരു മുഹൂർത്തത്തിലൂടെയാണ് കടന്നു പോകുന്നത് നമ്മളെല്ലാവരും. ഒത്തിരി സന്തോഷമാണ്, അതുപോലെ അതിലേറെ വലിയൊരു ദൈവാനുഗ്രഹമാണ്. ദൈവത്തിന് നന്ദി പറയുന്നു. ഒത്തിരി സന്തോഷമുണ്ട്. കുടുംബത്തിന് കിട്ടിയ അനുഗ്രഹമാണ്. മാതാവ് തന്ന ഒരു അനുഗ്രഹമാണ് കുടുംബത്തിന്. കൂടുതൽ കുടുംബാംഗങ്ങൾ സംസാരിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സഹോദരി ഭർത്താവുണ്ട്. എന്ത് പറയുന്നു? ദൈവം തന്ന വലിയൊരു അനുഗ്രഹം ഞങ്ങളുടെ കുടുംബത്തിലേക്ക്, ഇത്രയും വലിയ ഒരാളുടെ അല്ലെങ്കിൽ ഇത്രയും വലിയ ദൈവാനുഗ്രഹത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞത് തന്നെ വലിയൊരു സന്തോഷം. പോകാൻ കഴിയാത്തതിൽ കുറച്ച് ദുഃഖമുണ്ടെങ്കിൽ പോലും ഇപ്പോൾ ഇത് കാണുമ്പോഴും ഞങ്ങൾക്ക് ആശ്വാസമുണ്ട്. ഞങ്ങൾ സന്തോഷിക്കുന്നു, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു, എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. ചടങ്ങുകൾ പൂർത്തിയാക്കി അദ്ദേഹം ഇന്ത്യയിലേക്ക് എന്ന് വരും എന്നതിനെക്കുറിച്ച് എന്തെങ്കിലും സൂചനകൾ ലഭ്യമായിട്ടുണ്ടോ? ഇന്ത്യയിലേക്ക് അതൊന്നും ഞങ്ങൾക്ക് അറിയില്ല. എങ്കിൽ പോലും ഇന്ത്യയിലേക്ക് അങ്ങനെ ഒരു കാര്യം ഇല്ലെന്നാണ് പറഞ്ഞത്. ഇപ്പോഴുള്ള കാര്യം അതേപോലെ തന്നെ തുടരാനാണ് പരിശുദ്ധ പിതാവിനോട് പറഞ്ഞതെന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ അറിവ്. ഇങ്ങോട്ടുള്ള മാറ്റമോ അങ്ങനെയൊന്നും ഇതുവരെ അങ്ങനെ ഒരു കാര്യം ഞങ്ങളോടോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയില്ല. കൂവക്കാട് പിതാവിന്റെ ഇടവകയായ ചങ്ങനാശ്ശേരി മാമൂട് ലൂർദ് മാതാ പള്ളിയിലും വത്തിക്കാനിലെ ചടങ്ങുകൾ തത്സമയം കണ്ടിരിക്കുന്നു. കുടുംബാംഗങ്ങളുടെ സഹോദരി ഉൾപ്പെടെയുള്ളവരുടെ പ്രതികരണമാണ് നമ്മൾ കണ്ടത്. അനുഗ്രഹീതമായ അന്തരീക്ഷമാണ് അവിടെ. കുടുംബത്തിനാകെ അനുഗ്രഹമാണ്. അതിന്റെ തുടർച്ചയാണ് ഈ പദവിയിലേക്കുള്ള സ്ഥാനാരോഹണം എന്നതാണ് കുടുംബാംഗങ്ങളുടെ പ്രതികരണം. നമുക്ക്